ചക്കക്കാലമെല്ലാം ഏകദേശം തീർന്നപ്പോഴാണ് ഞാൻ ചക്കയും കൊണ്ട് വരുന്നത് കേട്ടോ. നേരത്തെ തന്നെ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നേ. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും തോന്നിയില്ല എന്നത് തന്നെയാട്ടോ സത്യം. മുമ്പത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാട്ടോ, നമുക്കിവിടെ സ്ഥിരം കക്ഷിയായിട്ട് 3-4 മലയണ്ണന്മാരും കുറച്ച് കുരങ്ങും ഒക്കെ ഉണ്ടേ. ഇവന്മാരുടെ ഒന്നും കയ്യിൽപ്പെടാതെ ഇത് കിട്ടിയത് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ചക്കയായതുകൊണ്ടായിരിക്കും കേട്ടോ. ചെറിയൊരു ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 2 ചക്കക്കൊതിയന്മാർ വേറെയുണ്ട്, നമ്മുടെ ആട്ടുകുട്ടന്മാർ. ചക്കയും മാങ്ങയും കണ്ടാക്കി ഇങ്ങനെയും കുട്ടുന്ന ആ ഭാഗത്തുനിന്ന് പോകില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചക്കയിൽ പണി തുടങ്ങി. അരക്ക് കയ്യിൽ പറ്റുന്നത് മടിയുള്ളതുകൊണ്ട് അരിയാന്ന് പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ ചാടിക്കയറി കത്തിയെടുത്തേ. ചുള പിരിക്കാനും ചകിടി കളയാനും ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്ന് ദാ ഇങ്ങനെ ചക്ക അരിയുന്നതും വർത്താനം പറയുന്നതും ഒക്കെ തന്നെ നൊസ്റ്റു അടിക്കുന്ന ഒരു പരിപാടിയല്ലേ. പണ്ട് തറവാട്ടിലായിരുന്ന സമയത്ത് പപ്പയുടെ അമ്മയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായിരുന്നേ. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ അമ്മ ചക്ക കൊണ്ട് അച്ചാറിടാൻ വരെ ശ്രമിക്കുമായിരുന്നു. എല്ലാം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഈ വർഷം ഞങ്ങളും കുറച്ച് ചക്ക പൊരിക്കുകയും ചക്ക വരട്ടും ഒക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ചവണി കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിലേക്ക് കിടക്കാം. 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 1 സ്പൂൺ കല്ലുപ്പ്, 5 വെളുത്തുള്ളി, 1 സ്പൂൺ ചെറിയ ജീരകം, 10ഓളം കാന്താരിമുളകും, കുറച്ച് കുരുമുളകും, ഒരു 4-5 വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ടേ നമ്മൾ. ഇതൊക്കെ കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കാം. നമുക്കിത് നമ്മുടെ ചക്ക റെഡിയാക്കി വെച്ചതിലേക്ക് ചേർക്കാം കേട്ടോ. 5 കിലോയുടെ കുക്കറിൽ ഏകദേശം ഒരു കുക്കർ മുഴുവനോളം തന്നെ ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക, അടി തട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലൊരു മഗ്ഗിൽ 1 മഗ്ഗോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. എന്നിട്ട് അതിൻ്റെ ആവി പോയി തീരുന്നവരെ അതുപോലെ വെക്കുക. ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിൽ ഇളക്കിലാണ് കാര്യം. നന്നായി ഇളക്കി അത് എത്രത്തോളം ഉടച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ ചക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ചൂടായിരിക്കും, ആവി നന്നായിട്ട് വരും. കണ്ണിലും മുഖത്തും ഒന്നും അടിക്കാതെയും പൊള്ളാതെയൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം കേട്ടോ. താളിച്ച് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. താളിച്ച് ചേർക്കാത്തവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം. എന്നാലും എനിക്കിതിൽ താളിച്ച് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിതുപോലൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3-4 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുകിടുക. ഞാനിട്ടത് കുറച്ച് നേരത്തെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത് പൊട്ടാൻ കുറച്ച് സമയം എടുത്തത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും 3-4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നമ്മുടെ ചക്കക്കൂട്ടിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലായിടത്തും ആ എണ്ണയുടെ ആ ഒരു ടേസ്റ്റും കറിവേപ്പിലേൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി കൂട്ടിയോ മീൻകറി കൂട്ടിയോ ഇറച്ചിക്കറി കൂട്ടിയോ എന്ത് കൂട്ടിയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബായ്.